നമസ്കാരം, ന്യൂസ് കാർഡിലേക്ക് സ്വാഗതം. മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾ വീണയുടെ കമ്പനിയായ എക്സാലോജിക്കിന്റെ അക്കൗണ്ടിലേക്ക് സ്ഥിരമായി പണം നിക്ഷേപിച്ചിരുന്ന CMRL അടക്കമുള്ള 8 സ്ഥാപനങ്ങളിലേക്കും SFIO സീരീസ് ഫ്രോഡ് അന്വേഷണം പുരോഗമിച്ചു വരികയാണ്. ഇവരുടെ മൊഴികളും അന്വേഷണ സംഘം രഹസ്യമായി രേഖപ്പെടുത്തി തുടങ്ങി. SFIO ഡെപ്യൂട്ടി ഡയറക്ടർ M അരുൺ പ്രസാദിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് തെളിവുകൾ ശേഖരിക്കുന്നത്. നിർണായക മൊഴികൾ ഇവരിൽ നിന്നും കിട്ടിയെന്നാണ് സൂചന. മൊഴികളിൽ വൈരുദ്ധ്യവുമുണ്ട്. വീണയെ കുറ്റപ്പെടുത്താതെയാണ് പലരും മൊഴി നൽകാൻ ശ്രമിക്കുന്നത്. അതിനിടെ കരിമണൽ സംസ്കരണ കമ്പനിയായ CMRLന്റെ 2010 മുതലുള്ള ആദായ നികുതി രേഖകൾ SFIO ശേഖരിച്ചു. കമ്പനിയുടെ ആലുവയിലെ ഓഫീസിൽ നടത്തിയ പരിശോധനയിൽ കണ്ടെത്തിയ രേഖകളിലെ 14 കോടി രൂപയുടെ കൈമാറ്റം ആദായ നികുതി വകുപ്പ് ഇന്റീരിയം സെറ്റിൽമെന്റ് ബോർഡിന് മുൻപാകെ സമർപ്പിച്ച രേഖകളിൽ ഉൾപ്പെട്ടിട്ടില്ല. ഈ 14 കോടി ആർക്ക് കൊടുത്തു, എന്തിനു കൊടുത്തു എന്ന് CMRL വ്യക്തമാക്കേണ്ടി വരും. ഇത് മാസപ്പടിയായിരുന്നോ എന്നാണ് അന്വേഷിക്കുന്നത്. അതിവേഗം റിപ്പോർട്ട് തയ്യാറാക്കുവാനാണ് അരുൺ പ്രസാദിന്റെ തീരുമാനം. അതിനുശേഷം CBI അന്വേഷണം ശുപാർശ ചെയ്യാനാണ് സാധ്യത. രാഷ്ട്രീയ ട്രേഡ് യൂണിയൻ നേതാക്കൾക്കും ഉദ്യോഗസ്ഥ മേധാവികൾക്കും 135 കോടി രൂപ നിയമവിരുദ്ധമായി കൈമാറിയെന്ന കേസിലാണ് SFIO അന്വേഷണം നടക്കുന്നത്. ISBI രേഖകളുടെ പുറത്തേക്കും SFI അന്വേഷണം നീളും. ഇതിനിടെ കേരള മിനറൽ ആൻഡ് മെറ്റൽ ലിമിറ്റഡ് നടത്തിയ ധാതുമണൽ കൊള്ളയിൽ SFIDCക്കും പങ്കുണ്ടെന്നുള്ള ഷോൺ ജോർജ് ആരോപിച്ചിട്ടുണ്ട്. തോട്ടപ്പള്ളിയിൽ കരിമണൽ ഖനനത്തിന് KMMLന് അനുമതി നൽകിയത് കുറഞ്ഞ വിലയ്ക്കാണ്. ഇതിനായി KSIDC ഇടപെട്ടു എന്നാണ് ആക്ഷേപം. രാജ്യാന്തര തലത്തിൽ 30,600 രൂപ വിലയുള്ളിടത്ത് KMMLന് ഖനനത്തിന് ലഭിച്ചത് 464 രൂപയ്ക്കാണ്. ഇത് ഷോൺ ജോർജ് ആണ് ആരോപിച്ച് പുറത്തേക്ക് കൊണ്ടുവന്നത്. KSIDCയിൽ നിന്നും 2003, 2014, 2018 വർഷങ്ങളിൽ വിരമിച്ച 3 ഉദ്യോഗസ്ഥർ കൂളിംഗ് പീരീഡ് പാലിക്കാതെ CMRLന്റെ ഡയറക്ടർ പദവിയിൽ ജോലി ചെയ്തത് എങ്ങനെയാണെന്ന് അന്വേഷിക്കുമെന്നും ഷോൺ ജോർജ് ആവശ്യപ്പെട്ടു. ഇതിനിടെ മുഖ്യമന്ത്രിയുടെ മകളുമായി സാമ്പത്തിക ഇടപാട് നടത്തിയതിന് അന്വേഷണം നേരിടുന്ന CMRL കമ്പനിയിൽ നിന്നും സർക്കാർ സ്ഥാപനമായ കേരള മിനറൽ ആൻഡ് മെറ്റൽ സിന്തറ്റിക് റൂട്ടൽ വാങ്ങിയെടുത്തിട്ടുണ്ടെന്നും മന്ത്രി P രാജീവ് സമ്മതിക്കുകയും ചെയ്തു. അതിനിടെ മുഖ്യമന്ത്രിയുടെ മകളുമായി സാമ്പത്തിക ഇടപാട് നടത്തിയതിന് അന്വേഷണം നേരിടുന്ന CMRL കമ്പനിയിൽ നിന്നും സർക്കാർ സ്ഥാപനമായ കേരള മിനറൽ ആൻഡ് മെറ്റൽസ് സിന്തറ്റിക് റൂട്ടൽ വാങ്ങിയിട്ടുണ്ടെന്ന് മന്ത്രി P രാജീവ് സമ്മതിക്കുകയും ചെയ്തു. CMRL നിന്നും KMML സിന്തറ്റിക് റൂട്ടൽ വാങ്ങിയിട്ടുണ്ടോ എന്ന് കഴിഞ്ഞ 30-ന് CR മഹേഷിന്റെ ചോദ്യത്തിന് വാങ്ങുന്നില്ല എന്നായിരുന്നു മന്ത്രിയുടെ മറുപടി. എന്നാൽ ഫെബ്രുവരി 13-ന് AP അനിൽകുമാർ, റോജി M ജോൺ, ഷാഫി പറമ്പിൽ, ഉമാ തോമസ് എന്നിവർക്ക് നൽകിയ ഉത്തരത്തിൽ 2008 മുതൽ 2020 വരെ വാങ്ങിയിരുന്നതായി മന്ത്രി സമ്മതിച്ചു. തോട്ടപ്പള്ളിയിൽ നിന്നും വാരിയ ധാതുമണൽ ഇന്ത്യൻ റയർ എർത്ത് CMRLന് നൽകിയെന്നും CMRL സിന്തറ്റിക് റൂട്ടൽ പൊതുമേഖലാ സ്ഥാപനമായ KMMLന് നൽകിയെന്നും GST ഇവേ ബില്ലുകളിലും വ്യക്തമാക്കിയിരുന്നു. തീരമേഖലയിലെ ധാതുമണൽ ഖനനത്തിന് പൊതുമേഖലാ സ്ഥാപനങ്ങളായ ഇന്ത്യ റയർ എർത്തിൻസിനും KMMLനും മാത്രമാണ് അനുമതി നൽകിയിരുന്നത്. പൊതുമേഖലാ സ്ഥാപനങ്ങളെ മുൻനിർത്തിക്കൊണ്ട് CMRL ധാതുമണൽ സംഘടിപ്പിക്കുന്നുവെന്നും ഇവരുടെ ഉൽപ്പന്നമായ സിന്തറ്റിക് റൂട്ടർ പൊതുമേഖലാ സ്ഥാപനമായ KMMLന് വർഷങ്ങളോളം വിൽപ്പന നടത്തിയിരുന്നുവെന്നുമാണ് ഇതിലൂടെ വ്യക്തമാകുന്നത്. 135 കോടി രൂപ രാഷ്ട്രീയ പാർട്ടികൾക്കും ഉദ്യോഗസ്ഥർക്കും നൽകിയെന്നാണ് ആദായ നികുതി ബോർഡിന് മുൻപിൽ CMRL ഉദ്യോഗസ്ഥർ നൽകിയ മൊഴി. 2008 മുതൽ 2020 വരെയുള്ള കാലത്ത് ഈ പിൻവാതിൽ ഇടപാടിന് കുടപിടിക്കാനാണ് പണം ഒഴുക്കിയത്.